ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 15-ാം തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 113 പോയിൻറ്റ് പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയിലെ 35 സ്റ്റോക്കുകൾ പോസിറ്റീവിലേക്കും 15 സ്റ്റോക്കോ മാത്രമാണ് നെഗറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇൻഡെക്സ് ഡാറ്റ പ്രകാരം നോക്കുമ്പോൾ IT ഇൻഡെക്സ് 150 പോയിൻറ്റോളം പോസിറ്റീവാണ്. IT ഇൻഡെക്സ് നല്ല രീതിയിലുള്ള ഒരു ബുൾഷിഷ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 241 പോയിൻറ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. FMCG നോക്കുവാണെങ്കിൽ 403 പോയിൻ്റാണ്. ഓട്ടോ 353 പോയിൻറ്റ്. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് എല്ലാം പോസിറ്റീവിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു തിരിച്ചുപോക്കിനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. 25,000 എന്ന് പറയുന്ന ലെവൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് അപ്പ് മൂവ്മെൻറ്റിലേക്ക് പോയ സ്റ്റോക്കുകൾ ഹീറോ മോട്ടോ കോർപ്പ് 4.5%, അതുപോലെ ബജാജ് ഓട്ടോ, സൺഫാർമ, അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഈ സ്റ്റോക്കുകളൊക്കെ പ്രധാനമായിട്ടും ഗെയിനേഴ്സിലേക്ക് വന്ന സ്റ്റോക്കുകളാണ്. ലോസേഴ്സിലേക്ക് വന്നത് HCL ടെക്, അതുപോലെ SBI ലൈഫ്, HDC ലൈഫ്, കൊടാക് ബാങ്ക്, ഈ സ്റ്റോക്കുകൾ പ്രധാന ലോസേഴ്സ് നിൽക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് ഇന്നത്തെ മാർക്കറ്റിനെ അപ്പ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഡൗൺ ആയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഡൗൺ ആകുന്നതോറും നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് IT സ്റ്റോക്കുകളിലുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ്. TCS റിസൾട്ടിന് ശേഷം IT സ്റ്റോക്കുകൾ ഡൗണിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ IT സ്റ്റോക്കുകളൊക്കെ നല്ല ബുള്ളിഷിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ US CPI ഡാറ്റ, അതും വരാൻ നേരത്തെ റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. ഈ പ്രധാന കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ രാവിലെ നമ്മൾ ലോങ് മൂവ്മെൻറ്റിലും ഷോർട്ടിലേക്കും കുറച്ച് സ്റ്റോക്കുകൾ എടുത്തിരുന്നു. ആ സ്റ്റോക്കിൽ മിക്ക സ്റ്റോക്കുകളും IT സ്റ്റോക്കുകളാണ് ഷോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ സ്റ്റോക്കുകളൊക്കെ ഇന്ന് ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. IT ഇൻഡെക്സ് കയറിയ അനുസരിച്ചാണ് ആ സ്റ്റോക്കുകളെല്ലാം ബുള്ളിഷിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാരത് ഡൈനാമിക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് ഡൗണിലേക്കാണ് പോയിരുന്നത്. ഭാരത് ഡൈനാമിക് അപ്പ് മൂവ്മെൻറ്റ് ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച സ്റ്റോക്കായിരുന്നു. അതുപോലെ SBI കാർഡ്, ആ സ്റ്റോക്കും ഡൗൺ പ്രതീക്ഷിച്ച സ്റ്റോക്കാണ്. 9 രൂപ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ലാർസ് ലാബ് എന്ന് പറഞ്ഞ സ്റ്റോക്കും അദാനി ഗ്രീനും PPL ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്ക് 8 രൂപയോളം കയറിയിട്ടുണ്ട്. PPL ഫാർമ 3 ദിവസമായിട്ട് ഗെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്റ്റേജ് ഡൗൺ അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച സ്റ്റോക്കാണ്, പക്ഷേ ഇത് ഡൗണിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് റിലയൻസിൻ്റെ വെയിറ്റേജ് നോക്കുകയാണ്. റിലയൻസ് ഇന്ന് ഒരു രൂപയ്ക്കടുത്താണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ബാങ്ക് സ്റ്റോക്കുകളെല്ലാം നല്ല അപ്പ് മൂവ്മെൻറ്റിലാണ്. ICICI ബാങ്ക്, ഭാരതി എയർടെൽ, ഇൻഫോസിസ് എല്ലാം അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അദാനിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് നിൽക്കുന്നത്. അദാനി പവറും അതുപോലെ അദാനി ഗ്രീൻ സൊല്യൂഷനും ഡൗൺ ആണ് നിൽക്കുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളും അപ്പ് മൂവ്മെൻറ്റ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റോക്കിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാർട്ടിൽ നോക്കുമ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നിഫ്റ്റി IT ഡൗണിലേക്ക് പോയി. അവിടെ നിന്ന് 25,100 ടെസ്റ്റ് ചെയ്തിട്ട് നേരിച്ച് മുകളിലേക്ക് പോയതാണ് കാണാൻ സാധിക്കുന്നുണ്ട്. 25,150 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 25,219 അവിടെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25,300. അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ 25,150, 25,300 പ്രധാനമായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് സാധ്യതയുണ്ട് പോകാൻ ചെയ്യുക.